നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വോട്ടർ പട്ടിക പുനഃപരിശോധനയുടെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോമിലെ അടുത്ത ബന്ധുക്കൾ എന്ന കോളത്തിൽ മാതാവ്, പിതാവ്, അവരുടെ മാതാപിതാക്കൾ എന്നിവരെ മാത്രമേ ചേർക്കാനാവൂ എന്ന് പുതിയ നിർദ്ദേശം. ഫോം വിതരണം ചെയ്ത് 19ാം ദിവസമായ ശനിയാഴ്ചയാണ് കോളത്തിൽ ഉൾപ്പെടുത്തേണ്ടവരുടെ കാര്യത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തത വരുത്തിയത്. നേരത്തെ ഈ കോളത്തിൽ അടുത്ത ബന്ധുക്കളായ ആരെ വേണമെങ്കിലും ചേർക്കാമെന്നായിരുന്നു ഭൂരിഭാഗം BLOമാരും അറിയിച്ചത്. അതുപ്രകാരം സഹോദരങ്ങളുടെയും പങ്കാളികളുടെയും മറ്റും വിവരങ്ങൾ പൂരിപ്പിച്ചവർ ആശങ്കയിലായി. ഇതിൽ തിരുത്തൽ എങ്ങനെയാവണമെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഫോമിലെ 2ാം കോളത്തിലാണ് വിവരങ്ങൾ ചേർക്കേണ്ടത്. 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് രേഖകൾ ഹാജരാക്കാതെ ബന്ധുക്കളുമായി ലിങ്ക് ചെയ്യാനാകുന്ന ഏക കോളം ഇതാണ്. ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ ആപ്പിലെ ഓപ്ഷനിൽ ബന്ധുവിനെ തിരഞ്ഞെടുക്കുവാൻ മാതാവ്, പിതാവ്, അവരുടെ മാതാപിതാക്കൾ എന്നീ ഓപ്ഷനുകൾ മാത്രമാണുള്ളത്. ആപ്പിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ 2002 പട്ടികയിൽ ബന്ധുക്കൾ ഇല്ലെന്ന രീതിയിൽ തന്നെ ഫോം ഡിജിറ്റലൈസ് ചെയ്യേണ്ടി വരും. ഇതോടുകൂടി ലക്ഷക്കണക്കിന് ആളുകൾക്ക് രേഖകൾ ഹാജരാക്കേണ്ടതായി വരും. ഫോം പൂരിപ്പിക്കാനാവാതെ ഒപ്പിട്ട് നൽകിയാലും കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമെന്ന CEO-യുടെ വാദത്തിലും ആശങ്കയുണ്ട്. സംസ്ഥാനത്ത് 1.64 ലക്ഷം പേർ കണ്ടെത്തുവാൻ കഴിയാത്തത്. സംസ്ഥാനത്ത് വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന പുരോഗമിക്കുമ്പോൾ കണ്ടെത്തുവാൻ കഴിയാത്തവരുടെ എണ്ണം 1.64 ലക്ഷമാണ്. ഞായറാഴ്ച വൈകിട്ട് വരെയുള്ള റിപ്പോർട്ടാണിത്. മരിച്ചവർ, സ്ഥിരമായി താമസം മാറിയവർ, കണ്ടെത്താനാവാത്തവർ, ആൾറെഡി എൻറോൾ ചെയ്തു എന്ന് അറിയിച്ചവർ, മറ്റുള്ളവർ എന്നീ വിഭാഗത്തിലാണ് BLOമാർ ഇവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡിസംബർ 4-നകം മുഴുവൻ കണക്കും ലഭിച്ച ശേഷം ഇവരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കും. ഇക്കൂട്ടത്തിൽ വോട്ടവകാശത്തിന് അർഹതയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമായിട്ടില്ല. BLO BLA യോഗം ചേർന്ന് ഇക്കാര്യം പരിശോധിക്കണമെന്ന് നിർദ്ദേശമുണ്ടെങ്കിലും പലയിടത്തും നടപ്പാകുന്നില്ല. 51,38,838 ഫോമാണ് ഇതിനകം ഡിജിറ്റലൈസ് ചെയ്തത്. ഓൺലൈനായി 53,254 ഫോമും സമർപ്പിച്ചിട്ടുണ്ട്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.